കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ, സഹോദരീ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, വിശേഷാൽ നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ 21st കോൺഫറൻസിന് നേതൃത്വം വഹിക്കുന്ന ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സാംകുട്ടി, എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കട്ടെ. നമ്മുടെ ഈ കോൺഫറൻസിൻ്റെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഇന്ന് രാത്രി അല്പസമയം നിങ്ങളുടെ മുമ്പിൽ സംസാരിപ്പാൻ എനിക്ക് സമയം അനുവദിച്ചെന്നതായ ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഒരിക്കൽ കൂടെ ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഒരു ചെറിയ പുസ്തകം ഒരു വിൽപ്പനയ്ക്കായി അല്ല, ഒരു ഡൊണേഷൻ, എനി ഡൊണേഷൻ യു ഗിവ്, every penny, every dollar you give will go to the support of the mission in Bihar and Karnataka. So please, there are few more copies. If you will take it, I will appreciate it, and the Lord bless you as you do it. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്കായി നമ്മുടെ ആധാര വാക്യമായിരിക്കുന്ന യൂദയുടെ ലേഖനം, അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. Let's turn to the book of Jude and the first 3 verses. I like to read it before you as we are about to listen to God's word. യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ദൈവമായ കർത്താവ് വചനങ്ങളെ നമുക്ക് അനുഗ്രഹിച്ച് വാഴ്ത്തി നൽകുമാറാകട്ടെ. Can you say amen to God's word? നമ്മുടെ ഈ കോൺഫറൻസോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ഈ വ്യാഴാഴ്ച മുതൽ വിവിധങ്ങളാകുന്ന പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. വിശ്വാസത്തിനു വേണ്ടി പോരാടണം എന്നുള്ള വിഷയം, അതിൻ്റെ വിവിധ ആസ്പെക്ട്സ് നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി അതിൽ നിന്നും ഒട്ടും വ്യതിചലിച്ചു പോകാതെ തന്നെ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിറ്റുകൾക്കുള്ളിൽ ചില വിഷയങ്ങൾ ഓർപ്പിച്ച് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസഭയും ദൈവമക്കളും ഒരു പോരാട്ടത്തിൽ ആണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. God's church and God's people are already in the battlefield. All kinds of battles are coming against us, and we as a body of people, we need to be equipped and challenged, inspired, anointed to bring the power of God's word against every attack that comes against the word of God and the most holy faith we keep in our hearts, in our spirits and in our churches. ഒരു ഭക്തൻ പറയുകയുണ്ടായി, there are 3 kinds of services a church has. ഒന്ന്, upward ministry, അതായത് ക്രിസ്തുവിനെ ഉയർത്തുന്നതായ മിനിസ്ട്രി, to exalt Jesus Christ. The second one is inward ministry, that is, we are equipping the body of Christ. വിശ്വാസികളെ ബോധവൽക്കരിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യുന്നതായ ശുശ്രൂഷ. Thirdly, the outward ministry, which is evangelizing the world. ലോകത്തെ സുവിശേഷീകരിക്കുക എന്നുള്ള ആ ഒരു ശുശ്രൂഷയും നമുക്കുണ്ട്. But I believe tonight, as we look into God's word, and especially as we focus on the theme of contending for the faith, I want to add one more ministry, which is the extended ministry of engaging and encountering the enemy who is attacking the faith. നമ്മുടെ വിശ്വാസത്തിനെതിരായി, നമ്മുടെ ആ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായി പോരാടുന്ന ആ ശത്രുവിനെ നേരിടുവാൻ നമുക്കൊരു മിനിസ്ട്രി കൂടി ആവശ്യമുണ്ട്. ഒരു ആത്മീയ പോർക്കളമാണ്. We have to stand against the powers of darkness. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നത് വരെ നമ്മളൊരു പോർക്കളത്തിൽ തന്നെയായിരിക്കും. വിശ്വാസിയെ, നമ്മൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമ്മളെ കർത്താവ് ഒരു പോർക്കളത്തിലേക്കാണ് ആക്കി വെച്ചിരിക്കുന്നത്.
പോരാടി 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 ഈ ലോകത്തിൽ നമ്മുടെ ആയുസ് തീരുന്ന ദിവസം വരെ, അല്ല കർത്താവിൻ്റെ മടങ്ങി വരവേണ്ട ദിവസം വരെ, ആ നാഴിക വരെ നാം പോർക്കളത്തിൽ തന്നെ ആയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ക്രിസ്തീയ മാർഗം ഇറ്റ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ആ രീതിയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു പോർക്കളത്തിലേക്കാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. പോരാട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. വിശ്വാസത്തിൽ ആടുന്നവരുണ്ട്, വിശ്വാസത്തിൽ ചാടുന്നവരുണ്ട്, വിശ്വാസത്തിൽ കൂട്ടുന്നവരുണ്ട്, വിശ്വാസത്തിൽ കുറയ്ക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമായിരിക്കുന്ന വിശ്വാസത്തിൽ പോരാടുന്നവരെയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തെ എക്സോൾട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് കാര്യമായില്ല. വിശ്വാസത്തിൽ പോരാടുവാൻ we need to contend against that attacking of the enemy. We need to be prepared to do that, and hence his conference is prepared for that. ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് വിവിധങ്ങളാകുന്ന പോരാട്ടങ്ങളുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ. പോരാട്ടത്തിൽ നമ്മൾ എതിർത്ത് നിൽക്കുവാൻ എഫേസ്യർ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഉറച്ചു നിൽക്കണമെന്നും പറയുന്നുണ്ട്. ചിലരൊക്കെ എതിർത്ത് നിൽക്കും, പക്ഷെങ്കിൽ ഉറച്ചു നിൽക്കത്തില്ല കേട്ടോ. പക്ഷെങ്കിൽ എതിർത്ത് നിൽക്കുമ്പോൾ തന്നെ ഉറച്ചു നിൽക്കുവാനും നമ്മൾ പഠിച്ചിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതേ അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങളെ ധരിച്ചുകൊണ്ട് നിൽക്കണമെന്ന്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ജഡപ്രകാരം നമ്മൾ പോരാടുന്നില്ല. സങ്കീർത്തനം 18:29 വായിക്കുമ്പോൾ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. ഉപദേശത്തിനെതിരായി വരുന്ന സകല ശക്തികളെയും ദുരുപദേശങ്ങളെയും നേരിടുവാൻ ദൈവസഭ ശക്തി ആർജിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ദാവീദിനോട് ചേർന്ന് പറയാം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എന്നെ ശക്തി കൊണ്ട് അരമൊരുക്കുകയും എൻ്റെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം, ദൈവസഭയെ നമ്മിൽ വന്നിരിക്കുന്ന കുറവുകളെയെല്ലാം പോക്കുവാൻ, നമുക്ക് ശക്തി തരുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, നെഞ്ചോടെ നിൽക്കുവാൻ, ഈ പോർക്കളത്തിൽ നിൽക്കുവാൻ ഒരു ചെറിയ കൂട്ടമായിട്ട് എന്നെ നിങ്ങളെ കർത്താവ് വേർതിരിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ഭയപ്പെടരുത്. ചെറിയ ആട്ടിൻകൂട്ടമേ, നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന് സ്തോത്രം. നാം ഒരു ആത്മീയ പോർക്കളത്തിലാണ് ദൈവമക്കളെ. ഒരാത്മീയ ശത്രു നമുക്കുണ്ട്. ആത്മാവിന്റെ ആയുധങ്ങൾ നാം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അകത്തു നിന്നും പുറത്തു നിന്നും യുദ്ധമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. രാവിലെ ജോണിക്കുട്ടി പാസ്റ്ററുടെ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അകത്ത് നിന്നിരിക്കുന്ന ഒരാൾ താൻ വടിയെടുത്ത് തന്നെ തല അടിച്ചാൽ എന്ത് ചെയ്യും? അതാണ് സഹിക്കാൻ വയ്യാത്തതെന്ന്. കർത്താവിന് സ്തോത്രം. ഈ ആത്മീയ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ പുറത്ത് നമുക്ക് വലിയ പോരാട്ടമുണ്ട്. കാലത്തിൻ്റെ വെല്ലുവിളികൾ നമുക്കുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മധ്യത്തിൽ നമുക്ക് പീഡനങ്ങളുണ്ട്. കർത്താവിന് ദാസൻ ഓർപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ വർഷം തന്നെ എത്ര ആയിരങ്ങൾ, 10,000 യേശുവിന്റെ നാമത്തിന് വേണ്ടി തങ്ങളുടെ ജീവനെ ബലി കഴിക്കുകയുണ്ടായി. വിശ്വാസത്തിന് വേണ്ടി നിൽക്കേണ്ടതിന് ഫലമായിട്ട് എത്രയെത്ര ജീവിതങ്ങൾ, കുടുംബങ്ങൾ അവർ ബലിയായി കഴിഞ്ഞു എന്ന് നാം മറന്നു പോകരുത്. സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളെ തരം താഴ്ത്തുന്ന ഒരു തലമുറയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓർത്തു തുടങ്ങും. വെല്ലുവിളികൾ, തരം താഴ്ത്തലുകൾ, നാശനഷ്ടങ്ങൾ കുടുംബങ്ങൾക്ക്, സഭകൾക്ക് ധാരാളം ഉണ്ടാകുന്നു. വെളിയിൽ നിന്നുള്ളതായ ആ പോരാട്ടങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അത് അധികമായി വന്നുകൊണ്ടിരിക്കും. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം, ഇതിന്റെ മുമ്പിൽ പതറിപ്പോകരുത്. ചെറിയ ആട്ടിൻകൂട്ടമേ, പതറിപ്പോകരുത്. നമ്മളോട് കൂടെയുള്ളവൻ, ഹല്ലേലൂയ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഗ്രേറ്റ്
greater is he that is in you than he that is in the world. I praise God for the power in the name of Jesus. I praise God for the power in the word of the living God. I thank God there is authority in the name of Jesus. The first night of our conference we heard God's servant preached here saying, when we command in the name of Jesus, things will begin to happen. ദൈവസഭ അതിനായി ഉണരേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ അകത്ത് നമ്മൾ നോക്കാം, നമുക്ക് എന്തൊക്കെ പോരാട്ടങ്ങൾ വരുന്നു. നുഴഞ്ഞുകയറ്റം ധാരാളമുണ്ട് കേട്ടോ. വെളിയിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ഉണ്ടെങ്കിൽ തന്നെയും അകത്തിരുന്നു കൊണ്ട് തന്നെ ഒരു പുഴുവിനെ പോലെ നുഴഞ്ഞു കയറിയിരുന്ന് ഉപദേശത്തിന് കേട് വരുത്തുന്ന ചില പ്രാണികൾ, ചില പുഴുക്കൾ നമ്മുടെ സഭകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, മറന്നു പോകരുത്. അങ്ങനെയുള്ള നുഴഞ്ഞ നേർക്കയറ്റക്കാരെ ഈ ദിവസങ്ങൾ കണ്ടുപിടിച്ച് അവരെ തുരത്തേണ്ടതായും അവരെ തിരുത്തേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഈ ദിവസങ്ങളിലെ കോൺഫറൻസ് കൊണ്ട് അതിന് നമ്മൾ ശക്തി ആർജിക്കണം, അതിനാവശ്യമുള്ള ജ്ഞാനം ഏറ്റെടുക്കണം എന്ന് ഇന്ന് രാത്രി ഓർപ്പിച്ചുകൊള്ളട്ടെ. ദുരുപദേശം ധാരാളം കടന്നു വരുന്നുണ്ട്. അകത്ത് നിന്നാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. അകത്ത് കയറിയിരുന്ന് നല്ല ഉപദേശം പോലെ തോന്നിക്കുന്ന രീതിയിൽ നമ്മൾക്ക് പ്രസന്റ് ചെയ്തിട്ട് അതിനകത്ത് ദുരുപദേശം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. മറന്നു പോകരുത്, ദൈവജനം ജാഗരൂകരായിരിക്കണം. We must be very, very careful and alert as to what we see, what we hear and what we take into our heart, because these are days of deception. The enemy is deceiving God's servants. The enemy is deceiving God's people. If we are not careful, he will deceive the entire church and there will not be any faith left to defend. A very dangerous time we are living in. Let me move on. ശക്തി ശൂന്യത, മൂല്യ ശോഷണം, അവകാശവാദങ്ങൾ, സ്ഥാനമോഹങ്ങൾ, വോട്ടുപിടുത്തങ്ങൾ, ഊമക്കത്തുകൾ, സ്വഭാവ നശീകരണം, ഈ കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്നും അല്ല വരുന്നത് കേട്ടോ. ഇതിനകത്ത് നിന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അകത്ത് നിന്ന് തന്നെ അടുത്തൊക്കെ വരുന്നത്. ഒരു കസേരയ്ക്ക് വേണ്ടി എത്ര പിടികൾ നടക്കും നമുക്കറിയാമോ? ഒറ്റ കസേരയുള്ളൂ. കുക്ക് സാഹിബിന് കസേര ഉണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ ആ കസേരയ്ക്ക് അനേകർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എന്നെയും വിളിച്ച് കസേര പിടിക്കാൻ ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ പോകണം, കസേര വേണ്ട എന്ന് പറയുകയുണ്ടായി. ഇടകലകൾ, വിശ്വാസത്യാഗം, ദ്രവ്യാഗ്രഹം. വൈസക്രിയാപ്പാസ വരേതനായ കർത്താവിന് ദാസം പറയുമായിരുന്നു, മുഖ്യസ്ഥാനത്തെ കത്തും വിശ്വാസികളുടെ കുത്തും തൊഴിച്ചിലും പിഴിച്ചിലും എല്ലാം കൂടി ആകുമ്പോൾ ശുശ്രൂഷകന്മാർക്ക് പോലും നിൽക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. We have battle from outside and battle from inside, and the church is actually struggling because we are actually squeezed and pressed and we have no way to move around, and our faith is also under attack. We must be very careful in these days. യൂദായുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ നമുക്കുള്ള ചലഞ്ച് ഇതിൻ്റെ മധ്യത്തിൽ ഒരു പോരാട്ടത്തിനായി നമ്മളെ ഒരുക്കുക എന്നുള്ളതാണ്. അനേക പോരാട്ടങ്ങളുണ്ടല്ലോ. എബ്രായർ 12:4 വായിക്കുമ്പോൾ നമ്മുടെ പോരാട്ടം, നമുക്ക് പാപത്തോട് പോരാടണം. ഉൽപ്പത്തി 4:7 വായിക്കുമ്പോൾ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പാപം പാപം പാപം. Somebody said sin will keep you longer than you want to stay. Sin will keep you further than you want to go. We must conquer sin. അതിനെതിരായി പോരാടണം. അതിനനുസരിച്ച് ആടുകയല്ല ചെയ്യേണ്ടത്, അതിനെതിരായി പോരാടണം. ഇന്ന് ദൈവജനമേ, ദൈവസഭകളിൽ പോരാട്ടമാണോ നെട്ടോട്ടമാണോ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഓടി ഓടി അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി നാടോടി നടുവേ ഓടി നടക്കുന്ന പരിപാടികൾ അവസാനിപ്പിച്ചിട്ട് നമുക്ക് നേരോടെ കർത്താവിന് വേണ്ടി പോരാടാം. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി വില കൊടുപ്പാൻ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവദാസന്മാരെ, നമുക്ക് എഴുന്നേൽക്കാം. ദൈവത്തിന് സ്തോത്രം. പാപത്തോട് പോരാടണം. പാപത്തോട് യാതൊരു കോംപ്രമൈസും പാടില്ല. We must never compromise with sin. When you compromise with sin, sin will eat you up and there is no more of you left. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിക്കുമ്പോൾ
പാപത്തിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നീതിയുടെ കർത്തൃത്വത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. The dominion of sin and the dominion of righteousness is written in the book of Romans chapter 6. But where are you under? Under what power are you and am I under? We must remember that. Ephesians chapter 6 verses 11 to 13 I read again, and I'm just mentioning it. We have to fight against the schemes of the devil. പിശാചിന്റെ തന്ത്രങ്ങളോട് നമ്മൾ എതിർത്ത് നിൽക്കണം. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്. അതിന് എഫേസ്യ ലേഖനം വീണ്ടും പറയുമ്പോൾ നമ്മൾ ദുർദിവസത്തിൽ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. Hallelujah. We have to stand against. We have to stand against in the evil day. ദുർദിവസം വരുമ്പോൾ ഓടിപ്പോകാതെ അവിടെ എതിർത്ത് നിൽക്കുവാനിടയാകണം. Colossians chapter 4 and verse number 12 tells us പ്രാർത്ഥനയിൽ നമ്മൾ പോരാടണം. ഫിലിപ്പിയർ 4:3 വായിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിൽ പോരാടണം. 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഫിലിപ്പിയർ 1:27 വായിക്കുന്നത് സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാടണം. യൂദായുടെ ലേഖനത്തിൽ വായിച്ചല്ലോ, ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അനേക പ്രസംഗങ്ങൾ ഈ വീക്കെൻഡിൽ കേട്ടെങ്കിൽ തന്നെയും I am still wanting to let you know what is faith. What do we mean by faith? നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വിശ്വാസം എന്താണ് എന്ന് ചിന്തിക്കണം. വിശ്വാസത്തിന് നിർവചനങ്ങൾ നമുക്കുണ്ട്. എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമതായി there is a subjective faith. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും നമ്മുടെ ട്രസ്റ്റും ആശ്രയവും എല്ലാം വെച്ചുകൊണ്ട് അതിന് വിശ്വാസം എന്ന് പറയാം. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവൻ അവൻ നിത്യജീവനുണ്ടെന്നുള്ള കാര്യം നമ്മുടെ വിശ്വാസം കൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. But the faith which Jude talks about, it is not a subjective faith. It is a faith that is delivered unto us once and for all. ഒരിക്കലായി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസം. ഇംഗ്ലീഷിൽ the definite article the is there. The faith എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ സബ്ജക്റ്റീവ് ഫെയ്ത്ത് അല്ല. ദൈവത്തിന്റെ മക്കളെ, ഞാൻ വിശ്വസിക്കുന്നു അത് ലഭിക്കും എന്ന് പറയുന്ന വിശ്വാസമല്ല ഇവിടെ യൂദാ ഉദ്ദേശിക്കുന്നത്. It is actually the Christian faith. വിശ്വാസ സമാഹാരമാണ്. It is the declared faith by the apostles and delivered unto them. അപ്പോസ്തലന്മാർ ഏറ്റെടുത്തതായ ആ വിശ്വാസമാണ്. അംഗീകൃതമായ വിശ്വാസം, പ്രഖ്യാപിക്കപ്പെട്ട ആ വിശ്വാസം, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ അടിസ്ഥാന ഉപദേശങ്ങൾ, സുവിശേഷ വിഹിതവും അപ്പോസ്തോലികവുമായ ആ വിശ്വാസ പ്രമാണം. That is what Jude is mentioning here in verse number 3. യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നത് അങ്ങനെയുള്ള ആ വിശ്വാസ സമാഹാരത്തെ കുറിച്ചാണ് എന്ന് മറന്നു പോകരുത്. ഈ വിശ്വാസ സമാഹാരത്തിന് പല പേരുകൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു പഠനം പോലെ നിങ്ങളെ പെട്ടെന്ന് അത് വായിച്ച് കേൾപ്പിച്ചു പോകട്ടെ. പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തിൽ അതിനുള്ള പേര് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നാണ്. ഹല്ലേലൂയ. പ്രവൃത്തി 13:8-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് വേറൊരു പേര് കർത്താവിൻ്റെ ഉപദേശം എന്നാണ്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതിന് വേറൊരു പേര് വിലയേറിയ വിശ്വാസം എന്നാണ്. യൂദായുടെ പുസ്തകം 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതിവിശുദ്ധ വിശ്വാസം എന്നാണ്. റോമർ 1:6 വായിക്കുമ്പോൾ അതിന് പേര് അനുസരണം കാണിക്കേണ്ട ഒരു വിശ്വാസം. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും അതിന് 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം. ഹല്ലേലൂയ. മറന്നു പോകരുത്, വെറും വിശ്വാസമല്ല, ഞാൻ വിശ്വസിക്കുന്നു അതെനിക്ക് പ്രാപിക്കുവാൻ സാധിക്കും എന്ന് പറയുന്ന വിശ്വാസമല്ല ഇവിടെ. ഞങ്ങളോട് പ്രാപിച്ച ഒരു പ്രമാണമുണ്ട്. അതിനോട് കൂട്ടുവാൻ പാടില്ല, കുറയ്ക്കുവാനും പാടില്ല. ഹല്ലേലൂയ. റോമർ 6:17 പഠിപ്പിച്ച ഉപദേശ രൂപം എന്നാ വായിക്കുന്നത്. യൂദാ 17 വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകൾ
ഗലാത്യർ 2:14, 1 കൊരിന്ത്യർ 15:1-4 വരെ വായിക്കുമ്പോൾ സുവിശേഷത്തിന്റെ സത്യം. ഹല്ലേലൂയ. ഫിലിപ്പ്യർ 1:27 നാം വീണ്ടും വായിക്കുന്നത് സുവിശേഷത്തിന്റെ വിശ്വാസം. 1 യോഹന്നാൻ 5:4 വാക്യത്തിൽ ലോകത്തെ ജയിക്കുന്ന വിശ്വാസം. 1 Timothy 5:8-4:1 ചിലർ തള്ളിക്കളഞ്ഞതും ചിലർ വീണതുമായ വിശ്വാസം. ഹല്ലേലൂയ. പ്രവൃത്തി 6:7 നമ്മൾ വായിക്കുമ്പോൾ യെരൂശലേമിലെ പുരോഹിതന്മാരിൽ വലിയൊരു കൂട്ടം ഏറ്റെടുത്ത വിശ്വാസം. ഹല്ലേലൂയ. അനേക പുരോഹിതന്മാർ വിശ്വാസത്തിന് അധീനരായി തീർന്നു എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാർ ഏൽപ്പിച്ചു കൊടുത്തതായ ആ പ്രമാണ വിശ്വാസങ്ങൾ, അതായത് അവിശ്വാസ സമാഹാരം പ്രഖ്യാപിതമായതും അംഗീകരിക്കപ്പെട്ടതുമായ ആ വിശ്വാസത്തിന് പുരോഹിതന്മാർ അധീനരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കാകെപ്പാടെ ഉള്ളൊരു കാനവച്ചനെ ഉള്ളല്ലേ. നമുക്ക് അനേക അച്ഛന്മാരൊക്കെ പുരോഹിതന്മാരൊക്കെ ഇതിന് അധീനരായി തീരണം. പക്ഷേ നമ്മൾ പോരാടണം. ദൈവത്തിന് സ്തോത്രം. പോരാടിയാൽ, പ്രഖ്യാപിച്ചാൽ അനേകർ ഈ വിശ്വാസത്തിന് അധീനരായി തീരും. ഗലാത്യർ 1:21 വായിക്കുമ്പോൾ പൗലോസ് മുമ്പേ മുടിച്ചു കളയുവാൻ ശ്രമിച്ച വിശ്വാസം. ഹല്ലേലൂയ. 2 തീമോഥെയോസ് 4:7 വായിക്കുമ്പോൾ പൗലോസ് അന്ത്യം വരെ കാത്ത വിശ്വാസം. താൻ എന്താണ് പറഞ്ഞത്? ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു. പിന്നെ എന്താണ്? ഉറക്കെന്ന് പറഞ്ഞേട്ടെ, ഞാൻ വിശ്വാസം കാത്തു. ഹല്ലേലൂയ. ആ കാത്ത വിശ്വാസ പ്രമാണത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. 1 തീമോഥെയോസ് 3:9 വാക്യം പാസ്റ്റർമാർക്ക് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. സഭയുടെ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നവർ തങ്ങളുടെ നല്ല മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളേണ്ടതാണ് ഈ വിശ്വാസത്തിന് മർമ്മം. ഹല്ലേലൂയ. ഇത് വെറും ഒരു വിശ്വാസമല്ല, ഇതൊരു മാർമികമായ ഒരു വിശ്വാസമാണ്. വിശ്വാസം ഒരു മർമ്മമായിട്ടിരിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്ന, നല്ല മനസ്സാക്ഷിയിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസഭയുടെ ശുശ്രൂഷകയായിരിക്കുവാൻ കഴിയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രഖ്യാപിച്ചു കൊള്ളട്ടെ. ആദ്യം ഇതും വിശ്വസിക്കുകയും അവിടെ ഇവിടെ ഓടി നടന്ന് അവിടെ നിന്നും അല്പം ഇവിടെ നിന്ന് അല്പം എടുത്ത് ഉണ്ടാക്കുന്ന വിശ്വാസമല്ല ദൈവസഭയുടെ വിശ്വാസം. ഇതിന് പ്രമാണമുണ്ട്, ഇതിന് കുത്തിക്കെട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് നമ്മൾക്ക് കുത്തഴിഞ്ഞ് ജീവിപ്പാൻ സാധ്യമല്ല എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞു കൊള്ളട്ടെ. പ്രൈസ്. അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളേണ്ട വിശ്വാസമാണ് ഈ വിശ്വാസം. തലമുറകൾക്ക് കൈമാറേണ്ട വിശ്വാസം. ഞാൻ ദിവസങ്ങൾ സംസാരിക്കുകയായിരുന്നു പല ദൈവദാസന്മാരോടും ദൈവമക്കളോടും ചേർന്ന് സംസാരിക്കുമ്പോൾ തലമുറകൾക്ക് കൈമാറാനൊന്നും ഒന്നുമില്ല കേട്ടോ. കാറും വീടുകളും അല്ലെങ്കിൽ സ്വത്തുക്കളും ഒക്കെ തലമുറകൾ കൈമാറാനാണ്. പക്ഷെങ്കിൽ ഇന്ന് വിശ്വാസം കൈമാറാൻ അനേകരുടെയും കയ്യിൽ ഇല്ല കേട്ടോ. നമ്മൾ സമ്മതിച്ച മതിയാകൂ. 1972 എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് 44-ാമത്തെ വയസ്സിൽ താൻ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒന്നും എഴുതി തരുവാൻ ഉണ്ടായിരുന്നില്ല. ആകെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേദപുസ്തകം മാത്രം. മൂത്ത മകനായ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ പുസ്തകം നിനക്കാണെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. പുസ്തകം മാത്രം എൻ്റെ കയ്യിൽ തന്നു. പുസ്തകം തന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നും ആ പുസ്തകം പ്രസംഗിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പുസ്തകം താഴ്ത്തി വെപ്പിക്കുവാൻ പല വ്യക്തികൾ ശ്രമിച്ചു കേട്ടോ. പിശാച് വളരെ പോരാടി നോക്കി, ഇനി ജോ കുര്യൻ പ്രസംഗിക്കുന്നത് കാണണം എന്ന് വെല്ലുവിളിച്ച ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പാടിയതുപോലെ നിന്നതല്ല ദൈവം നമ്മളെ നിർത്തിയതാണ്. ഹല്ലേലൂയ. നിന്നതല്ല ദൈവത്തിന്റെ മക്കളെ. നമ്മുടെ വിദ്യാഭ്യാസമോ പാരമ്പര്യമോ കുടുംബമോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനങ്ങൾക്കോ ഒരിക്കലും മാറ്റം വരുന്നില്ല. Heaven and earth may pass away, but the Lord said my word will never pass away. Thank God for the power of God's word. എൻ്റെ പിതാവ് പുസ്തകം ഏൽപ്പിച്ചതിനായി എൻ്റെ പിതാവിന് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹം ഇന്ന് ലോകത്തിൽ എൻ്റെ പ്രസംഗം കേൾക്കാനില്ലെങ്കിൽ തന്നെയും നിങ്ങളൊക്കെ എൻ്റെ പിതാവിൻ്റെ സ്നേഹിതർ പലരും ഇരിപ്പുണ്ട്. I am so proud that I can preach before you because he gave me something which I treasure until the last day of my life. Praise the name of the Lord. തലമുറകൾക്ക് കൈമാറുവാൻ എൻ്റെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ദൈവത്തിന്റെ മക്കളെ? ലോകപ്രകാരം ഒന്നുമില്ലെങ്കിലും പുസ്തകം കൊടുക്കുവാൻ നിങ്ങൾക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കൾക്ക് 3 പേർക്ക് വേണ്ടി കൊടുക്കുവാനുള്ളത് പുസ്തകം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം.
തിങ്ക് അബൌട്ട് ദാറ്റ്. തലമുറകളെ ഭരമേൽപ്പിക്കേണ്ട വിശ്വാസം നമ്മൾ ഭരമേറ്റിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കയ്യിലതുണ്ടോ? നമ്മളതിനായിട്ട് പോരാടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. സഭാചരിത്രത്തിൻ്റെ അന്ധകാര യുഗത്തിൽ നിശ്ചലമായി പോയി ഈ വിശ്വാസ പ്രമാണം. നവീകരണ നേതാക്കന്മാർ മാർട്ടിൻ ലൂതർ തുടങ്ങിയവരൊക്കെ ആ വിശ്വാസം വീണ്ടും കണ്ടെത്തി. വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, my just shall live by faith എന്നുള്ളതായ ആ ഡോക്ട്രിൻ കണ്ടുപിടിച്ചതല്ല, ഡിസ്കവർ ചെയ്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്തു. ലോകത്തെ ആ സുവിശേഷം ഒന്നുകൂടി അറിയിപ്പാനിടയായതിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ അസൂസാത്ത് തെരുവുകളിലൊക്കെയും അവിടെ പകരപ്പെട്ട പരിശുദ്ധാത്മ പകർച്ചയ്ക്കായി സ്തോത്രം. അന്ന് അപ്പോസ്തലിക ഡോക്ട്രിൻസ് വീണ്ടും അവർ ഡിസ്കവർ ചെയ്തിട്ട് അവർ പ്രമാണിക്കാൻ തുടങ്ങി. സുവിശേഷ വിഹിത സഭകളുടെ അടിസ്ഥാനമാണ് ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. സ്തോത്രം. പെന്തക്കോസ്ത് സഭകളുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ വിശ്വാസ ആണ്. കർത്താവിന്റെ മക്കളെ, കുക്ക് സായിപ്പ്, ബർജസ് സായിപ്പ് മുതലായ ദൈവദാസന്മാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന വിശ്വാസ പ്രമാണം അമേരിക്കയുടെ പ്രമാണമായിരുന്നില്ല. അവർ കൊണ്ടുവന്നത് ദൈവവചനത്തിന്റെ പ്രമാണമായിരുന്നു. ഹല്ലേലൂയ. അവർ കൊണ്ടുവന്ന നല്ല പ്രമാണങ്ങൾ നമ്മളെ ഭാരതീയരായി നമ്മളെ ഏൽപ്പിച്ചു. പക്ഷെങ്കിൽ ഇന്ന് അതിനെന്ത് പറ്റിയിരിക്കുന്നു? അതുപോലെ പ്രമാണിക്കുന്നുണ്ടോ, അതോ അതിൽ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇങ്ങനൊരു പുസ്തകത്തെക്കുറിച്ച്? ദൈവദാസന്മാരെ, ദൈവസഭ, the Church of God. I am so proud of the Church of God. I keep this in my diary, in my bag all the time. This is our declaration of faith. ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ നമ്മുടെ വിശ്വാസികൾക്ക് എത്ര പേർക്കറിയാം നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ? You must get a copy of this book from the Pathway Press. If you're going to General Assembly, get it. Every member, every family in our church ought to have a copy of this book, because everything is here what we believe. ഇന്ന് നമ്മുടെ വിശ്വാസികൾക്ക് പലർക്കും അറിഞ്ഞുകൂടെ എന്താണ് പെന്തക്കോസ്ത് വിശ്വാസം എന്നുള്ളത്. അവിടെ അത് കേട്ട് ഭാഷ, ഇവിടെ ഇത് കേട്ട് ഞങ്ങളുടെ ഭാഷ ഇങ്ങനെയും പ്രസംഗിച്ചു. ഞങ്ങൾ അങ്ങ് പോരാടുകയാണ്. എവിടെയെങ്കിലും ആട്ടെ, പിശാച് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, ഞങ്ങൾ എല്ലായിടത്തോട്ടും അങ്ങ് വെടിവെക്കുകയാണ്, ആർക്കെങ്കിലും കൊണ്ടുകൊള്ളട്ടെ എന്നുള്ള ഇതിനിടയ്ക്കാണ് എല്ലാ വിശ്വാസ പ്രമാണം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നാട്ടിലെങ്കിൽ പ്രകാരം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സഭയിൽ നിന്നും തിരുത്തി സാത്താനെ ഏൽപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ല മുമ്പ്. ഇന്ന് പിന്നെ അങ്ങനൊന്നും പരിപാടിയൊന്നുമില്ല. വ്യഭിചാരം ചെയ്തവനെയും കള്ളു കുടിക്കുന്നവനെയൊക്കെയും നമ്മൾ വെച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഒരിക്കൽ ഒരാളെ പുറത്താക്കിയപ്പോൾ നമ്മുടെ വേറെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇങ്ങോട്ട് പോലും സഹോദരാ, കമ്മിറ്റി മെമ്പർ ആക്കാം, അതാക്കാം, ഇതാക്കാം, ഞങ്ങൾക്ക് നല്ല വേക്കൻസി ഉണ്ട്. ഈ അടുത്ത സമയത്ത് UK ഞങ്ങളൊരു മലയാളി സഹോദരനെ തിരുത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, പാസ്റ്ററോട് ക്ഷമ ചോദിച്ചിട്ട് ഒന്ന് ആരാധനയ്ക്ക് പങ്കെടുത്താട്ടെ എന്ന് ഞാനൊരു കത്ത് കൊടുത്തു. അദ്ദേഹം പാസ്റ്ററോട് പറഞ്ഞു, 3 സഭക്കാരെന്നെ ഓൾറെഡി വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ലൊരു റെക്കമെൻഡേഷൻ കൊടുത്ത് അങ്ങ് വിടാൻ പറഞ്ഞു. യെസ്. അപ്പോൾ നാട്ടിലിങ്ങനെ പറയാറുണ്ടായിരുന്നു, ഒരു പ്രസ്ഥാനം മുടക്കിയ ആളിനെ സാത്താന് ജഡസംഹാരത്തിന് ഏൽപ്പിക്കുമല്ലോ. അപ്പം മറ്റേ ആൾ പറഞ്ഞു, സാത്താൻ ഏൽക്കുന്നതിന് മുമ്പ് തന്നെ മറ്റേ സഭക്കാർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. വേറൊരു സഭയുടെ നേതാവിനോട് പറഞ്ഞു, അച്ചായ, നമ്മളിങ്ങനെ അവിടുന്നും മുടക്കുന്നവരെ നമ്മൾ എടുത്താൽ നമ്മുടെ പ്രസ്ഥാനം കുത്തഴിഞ്ഞതാകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചായൻ പറഞ്ഞു, മോനെ, ഇത് കുത്തി കെട്ടിയതല്ലെന്ന് പറഞ്ഞു. അവന് മക്കളെ, നമുക്ക് കുത്തിക്കെട്ടുണ്ട്. അതിനായി ദൈവത്തിന് സ്തോത്രം. It is bound. Hallelujah. And we are bound by the doctrines of the Bible. Praise God. The Church of God has accepted this faith and thank God. ഉണ്ണുണ്ണി സാറും AC ശാമുൽ പാസ്റ്ററും TM വർഗീസ് സാറും മുതലായ ദൈവദാസന്മാർ, 1ാം നിരയിലുള്ള ദൈവദാസന്മാരൊക്കെ ഈ കുക്ക് സായിപ്പും ബർജസ് സായിപ്പും കൊണ്ടുവന്നതായ ആ പ്രമാണങ്ങൾ ഏറ്റെടുത്തു. അതിനായി ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത്. I praise God for the fathers. വിശ്വാസം കാത്തു സൂക്ഷിച്ച നമ്മുടെ പിതാക്കന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മാതാക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കളഞ്ഞു വിളിക്കരുത് കേട്ടോ. ഇത് നമ്മൾ വില കൊടുത്തവരാണ് പലരും ഇതിന്.
അനേകർ ജീവനെ പോലും കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. It is a divine faith. That means it is originated in heaven. It is a delivered faith. That means it is not man-made. It is delivered by God himself. It is a definite faith. That means it does not need any more confirmation. It is also a demanding faith. That means it needs obedience. That's the kind of faith we believe in. ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഞാൻ ആ വാക്കൊന്നോട് ശ്രദ്ധിച്ചു. ഒരിക്കൽ എന്നുള്ളത്, ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ടു. അത് വൺസ് ഇൻ എ ടൈം എന്നല്ല, വൺസ് ഫോർ ഓൾ. ഒരിക്കൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് നീഡ് എനി റെപ്പറ്റീഷൻ. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ റിവിഷൻ. You don't have to revise it. It is already established, done, and it is a done deal by the Lord himself. Praise God. പൂർണ്ണതയിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രമാണമാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അതിനോട് ഇനി ആരും കൂട്ടുകയോ അതിൽ നിന്നും കുറയ്ക്കുകയോ ചെയ്യുവാൻ ആരും ശ്രമിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് സ്തോത്രം. Hallelujah. No revision required, because it is once and for all delivered unto the saints. It has perpetual validity, not requiring a repetition. പുതിയ വെളിപ്പാടിൻ്റെ ആവശ്യമൊന്നുമില്ല. പുതിയ വെളിപ്പാടെല്ലാം വെളിവുകേടാ കേട്ടോ. അത് വളരെ വളരെ നമ്മൾ സൂക്ഷിക്കണം. ജോസഫ് സ്മിത്ത് എന്ന് പറയുന്ന ആള് ചർച്ച് ഓഫ് ലാറ്റർ ഡേ സെയിൻസ്, അതായത് മോർമൺ സഭ, അദ്ദേഹം പറഞ്ഞു ബൈബിൾ മാത്രം പോരാ, യേശു ക്രിസ്തു അമേരിക്കയിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി ചില തകിടുകളൊക്കെ കണ്ടെടുത്തു. അതിനകത്ത് എഴുതിയേക്കുന്നതോടെ നമ്മൾ വായിക്കണം. അതാണ്, എന്നാലേ ബൈബിൾ കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ യു ഹാവ് സീൻ ദ ബുക്ക് ഓഫ് മോർമൺസ്. സോ ദാറ്റ് ദേ ആർ ആഡിങ് ടു ദ വേർഡ്. സൺ യങ് മൂൺ എന്ന് പറഞ്ഞ മൂണീസ് കൊറിയയിലുള്ള അദ്ദേഹം പറഞ്ഞു മശിഹ ഞാനോടാണ്. അപ്പോൾ അദ്ദേഹം കൂടെ പറയുന്ന കാര്യങ്ങൾ ചേർത്തെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. മുഹമ്മദിനെ കുറിച്ച് ചോദിക്കാം. അദ്ദേഹവും ചെറിയ വെളിവുകേടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതും അഡീഷണൽ തിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അമേരിക്കയിലുള്ള വേറെ ഒരു ദുരുപദേശം 60കളിൽ എഴുതുകളൊക്കെ ഉണ്ടായിരുന്നു. വില്യം ബ്രൻഹാം എന്നറിയപ്പെടുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം നല്ല ശ്രേഷ്ഠനായ ദൈവദാസനായി വളർന്ന് നല്ല ശുശ്രൂഷ, അത്ഭുത രോഗശാന്തി, അദ്ദേഹം ദൂതനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്ര നല്ല ശ്രേഷ്ഠ ശുശ്രൂഷ ചെയ്ത ദൈവദാസനായിരുന്നു. പക്ഷെ അദ്ദേഹം മരിക്കാറായപ്പോൾ അദ്ദേഹം വേറെ ചില ഉപദേശങ്ങൾ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. ലണ്ടനിൽ ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് ചില കുടുംബങ്ങളുണ്ട്. അവർ ഒന്നിച്ചു ചേർന്നൊരു കൂട്ടായ്മയുണ്ട്. പെന്തക്കോസ്തുകാരുടെ ഉപദേശങ്ങളൊക്കെ വിശ്വസിക്കൽ തന്നെയും അവർ പറയുന്നത് വേദപുസ്തകവും പുതിയ നിയമവും അതിൻ്റെ കൂടെ വില്യം ബ്രൻഹാം എഴുതിയ ചില കൽപ്പന ഉണ്ട്, അതുകൂടെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടാനൊക്കത്തുള്ളൂ. അമേരിക്കക്കാർക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്കറിയാം കേട്ടോ. അവർ വായിക്കുന്ന പുസ്തകം ഞാനത് വാങ്ങിച്ച് എൻ്റെ ലൈബ്രറി വെച്ചിട്ടുണ്ട്. കർത്താവിന് നമ്മൾ അത് വായിക്കാൻ പോലും നമുക്ക് മനസ്സിലാകത്തില്ല, അത്രയ്ക്കുള്ളൊരു പുസ്തകമാണ്. നോക്കുക, പുതിയ വെളിപ്പാടുകൾ കൊണ്ടുവന്നിട്ട് ഈ വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കുന്ന പരിപാടി അന്നും ഇന്നും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത്. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 23 വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു ഭാഗം നാളെ കർത്തൃമേശയിൽ വായിക്കും. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. What I received from the Lord and have passed on to you and delivered unto you. അങ്ങനെയുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. ആ 1 കൊരിന്ത്യർ 15 അധ്യായത്തിൻ്റെ 3 വാക്യത്തിലും ആ താനിപ്രകാരം പറയുന്നുണ്ട്. Somebody said, you cannot relay the foundation without destroying the house. വീണ്ടും ഒരു അടിസ്ഥാനം ഇടണമെങ്കിൽ വീടിനെ മുഴുവനും പൊളിച്ചു മാറ്റിയേ മതിയാകൂ. ദൈവസഭയ്ക്ക് അതിന് ആവശ്യമുണ്ടോ? പെന്തക്കോസ്ത് സഭയ്ക്ക് അതിന് ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ തോന്നിപ്പോകും അല്ലേ? നെവർ 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 നെവർ. വൺസ് ഡെലിവേർഡ്, ഇറ്റ് ഈസ് there permanently for us to obey and to believe forevermore. ന്യൂ ജനറേഷനും എക്സ് ജനറേഷനും വൈ ജനറേഷനും ഇസഡ് ജനറേഷനും എല്ലാ ജനറേഷനും വന്നേക്കും. പക്ഷെങ്കിൽ അവരെല്ലാം പാലിക്കേണ്ടതായ once and for all delivered, that's the word of God. ഞാൻ അടുത്ത വാക്കുകൂടെ ശ്രദ്ധിച്ചു നോക്കി. കണ്ടന്റ്.
നിങ്ങൾ earnestly contend, അതിനായി നിങ്ങൾ പോരാടണം. As I looked into the dictionary and I found out the theological word, the Greek word used for the word content is epagonai zomai. എപ്പഗോനിസെസ്തായി, ഈ രണ്ട് വാക്കുകളാണ്. അതിൽ നിന്നുമാണ് നമുക്ക് ആഗനൈസ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. ആഗനൈസ് എന്ന് പറഞ്ഞാൽ വേദനയോടെ, കർത്താവ് ആഗണിയോടെ ആണല്ലോ ക്രൂശിൽ മരിച്ചത്. വേദനയോടെ നമ്മൾ മുഴു ശക്തി ഉപയോഗിച്ച് ചെറുത്ത് നിൽക്കേണ്ടതായ ഒരു കാര്യമാണ് ദുരുപദേശങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിനെതിരായിട്ട്. ഇപ്രകാരം പറയാം, അത് പോർക്കളത്തിൽ മാത്രമല്ല, അതായത് ഓട്ടക്കളത്തിലേക്ക് ഓടുമ്പോൾ, ഗുസ്തി മത്സരങ്ങൾ നടക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നൊരു പദമാണ് ഈ പദം അഗോനിസസ്തായി. ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ എതിരാളിയുമായി മത്സരിക്കുമ്പോൾ ഒരിഞ്ച് പോലും അവന് കൊടുക്കാതെ തൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അവനെ കീഴടക്കുവാൻ ഉപയോഗിക്കുന്ന ആ ശക്തിക്കാണ് അഗോനസസ്തായി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കുറഞ്ഞ പരിപാടിയൊന്നുമല്ല കേട്ടോ. നമ്മുടെ ശക്തി മുഴുവനും, നമ്മുടെ ആവേശം മുഴുവനും, നമ്മുടെ ആരോഗ്യം മുഴുവനും, നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല കഴിവുകളും സകല ശക്തി ഉപയോഗിച്ച് ദുരുപദേശത്തിനെതിരായി ദൈവസഭയെ, ദൈവമക്കളെ നാം എഴുന്നേൽക്കേണ്ടത് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് വില കൊടുത്ത ഉപദേശമാണിത്. അപ്പോസ്തലന്മാർ വില കൊടുത്ത ഉപദേശമാണിത്. ദൈവസഭയുടെ പ്രാരംഭ പ്രവർത്തകർ ഇതിന് വില കൊടുത്ത ഉപദേശമാണിത്. ഇതിനെ മാറ്റിക്കളയുവാൻ, കോട്ടിക്കളയുവാൻ, കുറച്ചു കളയുവാൻ, അതിനെ തൂത്തുകളയുവാൻ എനിക്ക് നിങ്ങൾക്ക് അധികാരമില്ല. എഴുതിയതാണ്, അത് മാറ്റുവാൻ ആർക്കും അധികാരമില്ല. അത് പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനത് മറ്റൊന്ന് രണ്ട് ഭാഷകളിൽ വായിച്ചു നോക്കിയപ്പോൾ, ബൈബിൾ ട്രാൻസ്ലേഷൻ വായിച്ചു നോക്കിയപ്പോൾ അല്പം കൂടെ എനിക്ക് വ്യക്തമായ കാര്യം, എൻ്റെ മിനിറ്റുകൾ വേഗം പോകുന്നല്ലോ. മെസ്സേജ് ട്രാൻസ്ലേഷനിൽ ഞാൻ വാക്യം വായിക്കുകയുണ്ടായി. അവിടെ ഇപ്രകാരമാണ്, that you fight with everything you have in you for this faith entrusted to you. നിങ്ങളിലുള്ളത് എല്ലാം ഉപയോഗിച്ച് ഇതിനെതിരായി നിങ്ങൾ ശക്തമായി പോരാടണം. The Living Bible tells us like this, urging you to defend stoutly the truth which God gave once for all to his people to keep without change through the years. ഒരു മാറ്റവും ഇല്ലാതെ ശക്തിയോടെ, വീറോടെ, ബലത്തോടെ, ആഗണിയോടെ എതിർത്ത് നിൽക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ഈ ദുരുപദേശങ്ങൾക്കെതിരായിട്ട്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷൻ ഇപ്രകാരം പറയുന്നു, to continue your vigorous defense of the faith that was passed down to the saints once and for all. അറമായിക് ബൈബിളിൽ അതിൻ്റെ പ്ലെയിൻ ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്. അതിലൂടെ പറഞ്ഞ ഭാഗം വിട്ട് ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. To compete for the faith which is once delivered to the holy ones. God's word ഇപ്രകാരം പറയുന്നു, continue your fight for the Christian faith that was entrusted to God's holy people. യൂദാ നമുക്ക് നൽകുന്ന പ്രബോധനം ഇതാണ്, ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണം. അഗോനസസ്തായി, അഗോനസൊമായി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഴുവനും ശക്തിയും മുഴുവൻ സമയവും എല്ലാ വീറോടെ ഈ ദുരുപദേശങ്ങൾക്കെതിരായി നിന്നുകൊണ്ട് നമുക്കുള്ള ഉപദേശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഈ ഫോൾസ് ടീച്ചേഴ്സിനകത്ത് അവർ അഭക്തരായ മനുഷ്യരാണ് കേട്ടോ, നുഴഞ്ഞു കയറ്റക്കാരാണ്. ദൈവകൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കുവാൻ അവർ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ്. ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവരാണ്. അഭക്തന്മാരും വ്യാജന്മാരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ദൈവത്തിൻ്റെ മക്കളെ, ദുരുപദേശത്തിന് നുഴഞ്ഞു കയറ്റം ദൈവസഭ അനുവദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ശക്തമായിട്ട് നിൽക്കണം. ചിലരൊക്കെ വെറുപ്പിക്കേണ്ടി വന്നാലും ശക്തമായി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ വില കൊടുത്തത്. ഹല്ലേലൂയ. നമുക്ക് വില കൊടുപ്പാൻ ഇന്ന് കഴിയുമോ? കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ചർച്ചിൽ കയറി വന്നു. അദ്ദേഹം സ്നാനപ്പെട്ടു, നമ്മുടെ സഭയുടെ അംഗമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അല്പം വിഷമം. നമ്മുടെ ഈ ആർട്ടിക്കിൾസ് ഓഫ് ഫെയ്ത്തിൽ 9ാമത്തെ വിളി വായിച്ചിട്ട് പറയും, പാസ്റ്ററെ അതൊന്ന് മാറ്റണം, അതൊന്ന് മാറ്റിയാലേ ഞാൻ ഇവിടുത്തെ അംഗമായിട്ട് തുടരത്തുള്ളൂ. 9ാമത്തെ കാര്യം പറയുന്നതെന്നറിയാമോ? ഭാഷാ വരത്തോടെ
പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്ന അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകും എന്നുള്ളതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതൊന്ന് മാറ്റണം. ഞാൻ പറഞ്ഞു, ഇത് മാറ്റാൻ ആര് പറഞ്ഞു? ഇത് ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ എഴുതി വെച്ചേക്കുന്ന കേട്ടോ, തൊടാനൊക്കുക എന്ന് പറഞ്ഞു. ഇത് ദൈവസഭയുടെ പ്രാരംഭ പ്രവർത്തകരൊക്കെ എഴുതി വെച്ചത് മാത്രമല്ല, ഇതിനകത്തുനിന്ന് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ സ്നാനപ്പെട്ടപ്പം ഞങ്ങളുടെ ഉപദേശമൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ തിയോളജി അങ്ങ് മാറ്റിയെന്ന് പറഞ്ഞു. തിയോളജി മാറ്റി ഞാൻ പറഞ്ഞു, ഒരാഴ്ച ഞാൻ നിനക്ക് തരാം, നീ പോയി ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ വചനം പഠിച്ച് നോക്കിയിട്ട് ഒരാഴ്ച തിരിച്ചു വരണം. ആ 9ാമത്തെ കൂടെ ഉൾപ്പെടുത്താതെ നിന്നെ ഇവിടുത്തെ അംഗമാക്കാൻ ഒക്കത്തില്ല. വി വിൽ സേ ഗുഡ് ബൈ ടു യു. ഒരാഴ്ചയ്ക്ക് അവൻ മടങ്ങി വന്നു. പക്ഷേ ഞാൻ തീരുമാനിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നത് തെറ്റാണ്, 9ാമത്തെ മാറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനും പോവുകയാണ്. ഞാൻ പറഞ്ഞു, സന്തോഷം. അവനെ വിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്നെ വിട്ടു പോകാൻ ഇവനെ ഇടയാക്കരുതേ, ഇവനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു വിട്ടു. കർത്താവിൻ്റെ മക്കളെ, ചിലർ പോകുന്നതിനാലും ചിലർ വരുന്നതിനാലും ദൈവസഭ അനുഗ്രഹിക്കപ്പെടും. Somebody said, all our people bless us, some by coming and some by going. ഞാനിത് US-ലുള്ള ഒരു സഭയിൽ പ്രസംഗിച്ചപ്പോൾ അതിന് അടുത്ത ആഴ്ച സഭ പൊട്ടി. അപ്പോൾ അവിടുത്തെ വിശ്വാസം പറഞ്ഞു, ജോക്കുര്യം ഭാഷയോട് ഞങ്ങളുടെ ഭാഷ ഇവിടുത്തെ രഹസ്യം ഏതാണ്ട് പറഞ്ഞു കൊടുത്തതാ. ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ലേ. ഞാൻ പ്രസംഗിച്ച വിഷയത്തിൽ ഒരു കൊട്ടേഷൻ പറഞ്ഞതാണ്, all our people bless us, some by coming and some by going and some were going and the church is blessed and some were coming and the church is blessed. That's all. കർത്താവിൻ്റെ മക്കളെ, ചിലരുടെയൊക്കെ വെച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ നുഴഞ്ഞു കയറ്റക്കാര്, പുഴു പോലെ ഉണ്ടല്ലോ, ബാക്കിയെ കൂടി അവർ തിന്നുന്നുണ്ടല്ലോ, അവനെ മുഴുവൻ നശിപ്പിച്ചു കളയും. ഈ ചെറുപ്പക്കാരൻ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ സഭയിലുള്ള യൗവനക്കാർക്കെല്ലാം ഓരോ CD-കൾ വിതരണം ചെയ്തു. ബെന്നിഹിനെതിരായിട്ടും അവർക്കെതിരായിട്ടും ഒക്കെയുള്ള, അതൊക്കെ നമുക്കത് പറയേണ്ട ആവശ്യമില്ല, കുറ്റം ചുമത്തേണ്ട ചുമതല നമുക്കല്ല. എന്നാൽ അവൻ പറഞ്ഞു, ഈ പരിശുദ്ധാത്മാഭിഷേകത്തിന് എതിരായിട്ട് നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ വലച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ മക്കളെ, നുഴഞ്ഞു കയറ്റക്കാരെ സൂക്ഷിക്കണം കേട്ടോ. അവർ മധുരവാക്ക് പറഞ്ഞ് നമ്മുടെ മെമ്പർഷിപ്പും എടുത്ത് ഇതിനകത്ത് കയറി, കമ്മിറ്റിക്കകത്തും കയറി, അസിസ്റ്റന്റ് പാസ്റ്ററൊക്കെ ആയി. പക്ഷേ അവൻ്റെ അകത്ത് ഈ ഉപദേശവും കാണത്തില്ല, ദൈവസഭയുടെ ഉപദേശം കാണത്തില്ല. ഇത് രണ്ടുമില്ലാത്തവനെ നമ്മൾ അംഗത്വം കൊടുക്കരുത്. കർത്താവിന് സ്തോത്രം. പഠിപ്പിച്ചെടുക്കണം. ശിഷ്യത്വം പഠിപ്പിച്ച് നമ്മൾ ദൈവ സഭയുടെ അംഗങ്ങളാക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾ ക്രെഡൻഷ്യൽ കൊടുക്കാവൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മക്കൾ, എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കട്ടെ. ശപിക്കുന്നവരുണ്ട്. കുഞ്ഞാടിൻ്റെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കുന്നവർ, അവരതിനെ കരുതാത്തവർ, ഭവനത്തിൽ രാപാർക്കുവാൻ അവസരം കൊടുക്കുമല്ലോ. പാസ്റ്റർമാരൊക്കെ താമസിക്കുന്നല്ലോ, ആ പാസ്റ്റർമാരൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ചിലരൊന്നും പാസ്റ്റർമാരല്ല കേട്ടോ, അവർ പാസ്റ്റർമാരുടെ വേഷം എടുത്തു വരുന്നവരാണ്. അവർ വേറെ ഉപദേശം കൊണ്ടുവരും കേട്ടോ. എന്നാൽ ഈ ഉപദേശവുമായിട്ടല്ലാതെ വരുന്ന ആര് വന്നാലും അവരോട് ഗുഡ് ബൈ പറയണം. കൈമടക്ക് കൊടുത്താലും ഇല്ലെങ്കിൽ ഗുഡ് ബൈ പറയണം. ഞങ്ങൾ നിൽക്കുന്ന ഉപദേശം തിരുവചനത്തിന്റെ ഉപദേശമാണ്. ഞങ്ങൾക്കൊരു കർത്താവിന്റെ ദാസനുണ്ട്, ഞങ്ങൾക്കൊരു സഭയുണ്ട്, ഞങ്ങൾക്ക് കുത്തിക്കെട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നത്, ഞങ്ങൾ ദൈവസഭയാണ്, ദൈവത്തിന് പഥ്യ ഉപദേശം ഞങ്ങൾക്കുണ്ട് എന്ന് പറയുവാൻ നമുക്കിടയായി തീരണം. ദൈവജനം പേടിക്കേണ്ട ആവശ്യമില്ല. വിടുതൽ വാഗ്ദാനം തരുന്നവരൊക്കെ ഉണ്ട്. വാക്കുകൾ അവസാനിപ്പിക്കുമ്പോഴായിട്ട് ഇപ്രകാരം പറയട്ടെ. എഫെസോസ് സഭ, പെർഗമോ സഭ, തുയഥൈര സഭ, സർദീസിലെ സഭ, ഫിലദൽഫിയയിലെ സഭ, ഈ സഭകളെ നോക്കിയിട്ട് കർത്താവ് പറയുന്ന ചില നല്ല കമന്റ്സ് ഞാൻ വേഗം പറഞ്ഞു വിടട്ടെ. Revelation chapter 2 and verse number 2, by Christ commending about the churches for contending for the faith. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും. നിങ്ങൾക്ക് വാക്യം അറിയാം. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർന്ന് കണ്ടതും ഞാൻ അറിയുന്നു. ദൈവസഭയെ ഉപദേശം അറിയാമെങ്കിലും, നല്ല ഉപദേശം അറിയാമെങ്കിലേ കള്ള ഉപദേശം മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നാമത് ഇത് വായിക്കണം, രണ്ടാമത് ഇതും കൂടെ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പെർഗമോസിലെ സഭയോട് പറയുകയാണ്, നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. തുയഥൈര സഭ 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അതിനെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. സർദീസിലെ സഭ, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്ക് ടൊറന്റോയിലുണ്ട്, ഹ്യൂസ്റ്റണിലുണ്ട്, അറ്റ്ലാന്റയിലുണ്ട്. ഹല്ലേലൂയ.
ന്യൂയോർക്കിലുണ്ട്, ലണ്ടനിലുണ്ട്, മുളക്കഴയിലും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഫിലദൽഫിയ സഭയെക്കുറിച്ച് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളുവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അടുത്ത 4-5 കാര്യങ്ങൾ വായിച്ച് ഞാൻ വിരട്ടെ, എൻ്റെ സമയം കടന്നുപോയി. വൈ ഷുഡ് ബി കണ്ടന്റ്? 1, വിശ്വാസം ഒരു നിക്ഷേപമാണ്. ഫെയ്ത്ത് ഈസ് എ ട്രഷർ. 2 തിമോത്തിയോസ് 1:13-14. ഞാൻ വേഗം പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാം. വിശ്വാസം പ്രഷ്യസ്, ഇറ്റ്സ് എ ഡിപ്പോസിറ്റ്. തിമോത്തിയോസേ, ആ നിർവ്യാജ വിശ്വാസത്തിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിസിലും ഉണ്ട്, നിന്നിലും ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ആ വിശ്വാസം ഉള്ളതിനായി ദൈവത്തിന് സ്തോത്രം. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എതിർത്ത് നിൽക്കണം. 2, വിശ്വാസ പ്രമാണങ്ങൾക്ക് മൂല്യ ശോഷണം തുടങ്ങിയിരിക്കുകയാണ്. പഴയ പോലൊന്നും അല്ലിപ്പം വിശ്വസിക്കുന്നത് കേട്ടോ. ഒരു പഞ്ചാബി ലേഡി എന്നെ വിളിക്കും, എൻ്റെ വൈഫിനറിയാം ആ വിഷയം. പാസ്റ്റർ, ഐ ലൈക്ക് ടു ബിക്കം എ ക്രിസ്ത്യൻ, but my husband is not happy that I become a Christian. One of your Christian lady told me you can divorce your husband and become a Christian, because the Bible says if anyone is in Christ, he is a new creation. Old husband is gone, behold a new husband has come. ഒരു പഞ്ചാബി സ്ത്രീക്ക് അത്രയ്ക്കുള്ള ബോധ്യമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അവർക്ക് പറഞ്ഞു കൊടുത്താരെന്നറിയാമോ? ക്രിസ്ത്യാനി എന്ന് പേരുള്ളൊരുത്തിയാണ്. മൂല്യശോഷണം. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, whoever told you that, it is not a member of our church. ഞാൻ പറഞ്ഞു, ഭാര്യയുടെ നല്ല നടപ്പ് കണ്ട് ആ ഭർത്താവും വിശ്വാസിയാകണം. ഞാൻ പറഞ്ഞ പുസ്തകം എടുത്ത് ആ വായിച്ചിട്ട് നാളെ എന്നെ വിളിക്കാൻ പറഞ്ഞു. She called me the next day. She said, Pastor, I read your Bible. It makes sense. So I can stay with my husband, still be a Christian? I said, yes ma'am, that's what the Bible says. എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ വിശ്വാസിയാകും. വേറൊരു സ്ത്രീ പറഞ്ഞാൽ, ഞാൻ വിശ്വാസിയാകാൻ ഞങ്ങളൊക്കെ അഭിമുഖീകരിക്കും, ഞങ്ങൾ മലയാളിയോട് മാത്രമല്ല ഇടപെടുന്നത്, അതുകൊണ്ടുള്ള വിഷമങ്ങളെ ഞാൻ പറയുന്നത്. സിസ്റ്റർ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൂടെ അങ്ങ് വിടട്ടെ, ഞാൻ വിശ്വാസിയാകാൻ പോകാമെന്ന് പറഞ്ഞു. അവർ തമ്മിൽ പിണക്കാം ഓൾറെഡി. അപ്പം വിശ്വാസിയായാൽ അതിലൂടെ ഈസിയാണല്ലോ, വിട്ടേച്ചിങ് പോരാമല്ലോ. എൻ്റെ വൈഫ് പറഞ്ഞു, ആ പരിപാടി പറ്റുകയില്ല, നിങ്ങൾ ഒന്നിച്ചാണ് വിശ്വാസത്തിലേക്ക് വരേണ്ടത്. മൂല്യശോഷണം സംഭവിച്ചു പോയി. We must stand against this. Number 3, വിശ്വാസ പ്രമാണം വിട്ട് നടക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ്. 2 തെസ്സലോനിക്കർ 3:6 പൗലോസ് പറയും, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോട് എന്ത് ചെയ്യണം? അകന്നുകൊള്ളണം. ഇന്ന് അകൽച്ചയൊന്നുമില്ല കേട്ടോ, ഒന്ന് വലിയ അടുപ്പമാണ്. ചർച്ചയിൽ നിന്ന് വിടുന്നവരോട് വലിയ അടുപ്പമാണ് ചിലർക്കൊക്കെ. സൂക്ഷിക്കണം. 2 തിമോത്തിയോസ് 4:3-4 സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുന്നു. 4-ാമത്തെ കാര്യം, വിശ്വാസത്യാഗം സംഭവിക്കുന്നതിനാൽ നമ്മൾ പോരാടണം. 1 തിമോത്തിയോസ് 1:19 ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ഒക്കെ ആശ്രയിച്ച് പോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. 5-ാമതായി, ചൂഷകരെ തിരിച്ചറിയുവാനും തിരുത്തുവാനും ആത്മീയ ശിശുക്കളെ ഉറപ്പിക്കുവാനും സംരക്ഷിക്കുവാനും നമ്മൾ പോരാടേണ്ടത് ആവശ്യമുണ്ട്. 2 പത്രോസ് 2:1 നിങ്ങളുടെ ഇടയിലും ദുരുപദേശകന്മാർ ഉണ്ടാകും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ പോരാടണം. ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. ദൈവത്തിന് സ്തോത്രം. വളരണമെങ്കിൽ ഒരു പോരാട്ടം ആവശ്യമുണ്ട്. 6-ാമതായി അവസാനമായി, ജീവിത വിശുദ്ധി, ഉപദേശ ഐക്യം, സഭയുടെയും വിശ്വാസികളുടെയും ഭദ്രത എന്നിവ കാക്കപ്പെടുന്നതിന് പോരാടേണ്ടത് ആവശ്യമുണ്ട്. ലെറ്റ് മീ ടെൽ യു, ഇഫ് വി ബിലീവ് റൈറ്റ്, വി വിൽ ബിഹേവ് റൈറ്റ്. If we believe wrong, we will behave wrong. I don't need to explain much. നമ്മൾ ശരിക്കും വിശ്വസിച്ചാൽ ശരിക്കും ജീവിക്കും. നമ്മൾ തെറ്റായി വിശ്വസിച്ചാൽ നമ്മൾ തെറ്റായി ജീവിക്കും. കർത്താവിന് മക്കളെ, സമയം പോയല്ലോ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ കോൺഫറൻസിൽ നിന്ന് നിങ്ങൾക്കൊന്നും ലഭിച്ചില്ലെങ്കിൽ തന്നെയും നിങ്ങൾ മടങ്ങി നിങ്ങളുടെ സഭകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രകാരം ചെയ്യണം. എന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ആ അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി ഞാൻ വ്യക്തിപരമായി പോരാടും, ഞങ്ങൾ കുടുംബമായി പോരാടും, ഞങ്ങൾ സഭയായി പോരാടും,
ഞങ്ങൾ ദേശമായി പോരാടും. ദൈവസഭയായി നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ്, we will contend for the faith earnestly, agonizingly. That should be our prayer. Thank you for the time and God bless you.